ഹോർമോസിൽ പ്രതിസന്ധി തുടരുന്നതിനിടെ അമേരിക്ക ഇറാൻ രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് ഒരുക്കങ്ങളായി. അമേരിക്കൻ പ്രതിനിധി സംഘം നാളെ ഇസ്ലാമാബാദിലെത്തും. ഇനിയെങ്കിലും കരാറിൽ എത്തിയില്ല എങ്കിൽ ഇറാന് കടുത്ത മറുപടി നൽകുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കി. ഹോർമോസിൽ ഇറാനിയൻ സേനയുടെ വെടിവയ്പ്പിനിടെ 2 ഇന്ത്യൻ എണ്ണക്കപ്പലുകൾ ഹോർമോസ് കടന്നു. സൽമാർ ഹെറാഡ്, ജഗ് അർനാവ് എന്നിവ ബുധനാഴ്ച മുംബൈയിലേക്ക് എത്തും. ഹോർമോസ് കടലിടുക്കിലെ പ്രതിസന്ധി തുടരുന്നതിനിടെയാണ് നാളെയോ മറ്റന്നാളോ ഇറാൻ US ചർച്ചയുടെ രണ്ടാം ഘട്ടം ഇസ്ലാമാബാദിൽ നടക്കുന്നത്. നാളെ വൈകുന്നേരത്തോടെ അമേരിക്കൻ നയതന്ത്ര സംഘം ഇസ്ലാമാബാദിലെത്തും. അതിനിടയിലാണ് ഇറാനെതിരെ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഭീഷണി മുഴക്കിയത്. ഇനിയെങ്കിലും കരാറുണ്ടായില്ലെങ്കിൽ മറ്റ് അമേരിക്കൻ പ്രസിഡന്റുമാർ ചെയ്തതുപോലെ ഇറാന് മറുപടി നൽകുമെന്നാണ് ഭീഷണി. ഇറാൻ എന്ന കൊലയാളി യന്ത്രത്തെ ഇല്ലാതാക്കാനുള്ള സമയമായെന്നും പോസ്റ്റിൽ പറയുന്നു. ആദ്യഘട്ട ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഹോർമുസിലെ പ്രതിസന്ധി വീണ്ടും വഷളാകുന്നത്. ഹോർമുസിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതോടെ കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇറാൻ വീണ്ടും തടയുകയായിരുന്നു. കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച ഇന്ത്യൻ കപ്പൽ അടക്കമുള്ളവയ്ക്കെതിരെ വെടിവെപ്പും ഉണ്ടായി. ഇത് വെടിനിർത്തൽ ധാരണയുടെ ലംഘനമാണെന്നാണ് അമേരിക്കയുടെ ആരോപണം. ഹോർമൂസിന്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് കൂടി നൽകണമെന്ന ആവശ്യം രണ്ടാം ഘട്ട ചർച്ചയിലും അമേരിക്ക ഉയർത്തിയേക്കും. ഇത് ഇറാൻ അംഗീകരിക്കാനിടയില്ല. അതിനിടെ ഇന്നലെ ഇറാൻ ആക്രമിച്ച ഇന്ത്യൻ കപ്പലിൽ നിന്നുള്ള ശബ്ദ സന്ദേശം പുറത്തുവന്നു. ആക്രമണത്തിൽ ഇന്ത്യ ഇറാനെ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിന് കോട്ടം തട്ടിയിട്ടില്ലെന്നാണ് ഇറാനിയൻ പരമോന്നത നേതാവിന്റെ ഇന്ത്യയിലെ പ്രതിനിധി പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.